നാഥുറാം ഗോഡ്സെ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് പല ചർച്ചകളും നടക്കുന്നെങ്കിലും പണ്ട് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഭരണപക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ഗാന്ധിവധം. ഗാന്ധിവധം എന്ന് പറയുന്ന ഒറ്റ ബ്ലോക്ക് കൊണ്ടാണ് BJP അല്ലെങ്കിൽ ജനസംഘം അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ ആ സ്ട്രെയിൻ ഓഫ് തോട്ട്സ് ഇൻ പൊളിറ്റിക്സ് ഇത്രയും നാൾ ഇന്ത്യയിൽ തടയപ്പെട്ടത്. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രതിപക്ഷങ്ങളുടെ ഗുണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റാറുകളുടെ ഗുണം കൊണ്ടൊന്നല്ല. ഗാന്ധി എന്നൊരു ഒറ്റ മനുഷ്യൻ കൊടുത്ത ചോരയാണ് യഥാർത്ഥത്തിൽ ഇത്രയും വർഷങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷ രാഷ്ട്രീയം, അതാണ് പറയുന്നത് മതരാഷ്ട്രീയം, അതിനെ തടഞ്ഞു നിർത്തി. അദ്വാനി 92 പറയുന്നുണ്ട്, അന്ന് BJP വഴി തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. ഇവിടെ അദ്വാനി പറഞ്ഞ ഒരു കാര്യം, ഈ ഗാന്ധിപഥമായിട്ട് RSSന് ഒരു പങ്കുമില്ല എന്നുള്ള ഔദ്യോഗിക നിലപാടാണ് RSS. പക്ഷേ നാഥുറാം ഗോഡ്സെയെ കൊന്ന ദിവസം നവംബർ 15, 1949 ആ ദിവസം വെസ്റ്റേൺ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മാർട്ടിയർ ഡേ ആയിട്ടാണ് RSS ആഘോഷിക്കുന്നത്. മാർട്ടിയർ ഡേ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി ദിവസമായിട്ടാണ് അനുഭവിക്കുന്നത്. അവർക്കറിയാം. അതുപോലെ തന്നെ RSS ഗാന്ധിയെ കൊന്ന ദിവസം മിഠായി വിതരണം ചെയ്തതിനെ കുറിച്ചൊക്കെ പട്ടേൽ നേരിട്ട് ഗോൾവാൾക്കറിന് എഴുതിയിട്ടുണ്ട്. ആ കത്തുകളൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തിന്റെ അഫിഡാവിറ്റിലെ സ്റ്റേറ്റ്മെന്റ് അറ്റ് ദ മദർ ട്രയൽ കോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഐ ആം വൺ ഓഫ് ദോസ് വോളണ്ടിയേഴ്സ് ഹു ജോയിൻ സംഘ് ഇൻ ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേജ്. സമ്മതിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ RSSൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുന്നു. ഇത് അദ്ദേഹത്തിന്റെ ട്രയലിൽ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള അഫിഡാവിറ്റാണ്. ഗോപാൽ ഗോഡ്സെ പറയുന്നു, ഇറ്റ്സ് കവേർഡേജ് ടു സേ ദാറ്റ് RSS had nothing to do with the murder. RSSന് ഗാന്ധിപഥമായി ഒരു പങ്കുമില്ല എന്ന് പറയുന്നത് ഭീരുത്വമാണ് എന്നാണ് ഗോപാൽ ഗോഡ്സെ പറയുന്നത്. RSS did not pass a resolution saying that you go and assassinate Gandhi, but you do not disown him. പോയി ഗാന്ധിജിയെ കൊല്ലൂ എന്നൊരു പ്രമേയമൊന്നും RSS പാസ്സാക്കിയിട്ടില്ല. അത് ശരിയാണ്, അങ്ങനെ പ്രമേയങ്ങളൊന്നും പാസ്സാക്കി നമുക്കിവിടെ മുന്നോട്ട് പോകാൻ പറ്റും, ഒരു പാർട്ടിയും ചെയ്യില്ല. പക്ഷെ ഡോണ്ട് ഡിസോൺ ഹിം, അദ്ദേഹത്തെ നമ്മളുടെ അല്ലെന്ന് പറയുന്നത്. ദ ട്രൂ ഹിന്ദു പാട്രിയോട്ട് ഹാസ് ടു എനിമീസ്. The true Hindu patriot has two enemies. One is the Muslim and the other secular. ഇത് ഗോപാൽ ഗോഡ്സെയുടെ ഒരു പ്രയോഗമാണ്. ഒരു ദേശസ്നേഹിയെ സംബന്ധിച്ചുള്ള 2 എനിമിയാണുള്ളത്. ഒന്ന് മുസ്ലിങ്ങൾ, മറ്റൊന്ന് സെക്കുലർ. എന്തുകൊണ്ടാണ് സെക്കുലർ എന്ന് ചോദിക്കും. They want to Islamize this complete world and the secularism is the most fertile ground for them to do it. ഇന്ന് ഗോഡ്സെയിൻ ഐഡിയോളജിയുടെ വലിയ വ്യക്തമായിട്ട് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഗോപാൽ ഗോഡ്സെയുടെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത്, അന്ന് ഗോൾവാൾക്കർ പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ ശത്രുക്കളാവുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ അലീജിയൻസ്, അവരിവിടെ ഉണ്ടായതല്ല, അവരുടെ ദർശനം ഇവിടെ ഉണ്ടായതല്ല, അവരുടെ വിധേയത്വം ഇങ്ങോട്ടല്ല, അവരിവിടുത്തുകാരല്ല. അതേസമയം ജൈന, ബുദ്ധ, പാഴ്സി പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യക്കാരാണ്. അതിനിപ്പോൾ നിങ്ങൾ ഈ പൗരത്വ ബില്ലിലും ഈ സാധനം തന്നെയാണ് വരുന്നത്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് വരുന്നത്. വൈദേശികമായിട്ടുള്ള ദർശനങ്ങളാണ്, അതുകൊണ്ട് രാജ്യത്തോട് കൂറില്ലാത്തവരാണ് റോമും അതുപോലെ തന്നെ പാലസ്തീനും. ജൂതന്മാരെ അതിലാണ് പെടുത്തിയിരുന്നത്. പക്ഷേ ജൂതന്മാർക്കെതിരെ പിന്നീട് നിലപാട് മയപ്പെടുത്തി ഇന്ന് ഇസ്രായേലിൻ്റെ വലിയ സുഹൃത്തായി മാറുകയും ചെയ്തു. അതിൻ്റെ കാരണം മുസ്ലിങ്ങളുമായിട്ടുള്ള എതിർപ്പാണെന്ന് പറയേണ്ട കാര്യമില്ല.